ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒറ്റയ്ക്കാണുള്ളത് ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ബ്യൂട്ടീഷ്യൻ ഐറ്റംസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ജനിച്ചപ്പോൾ തൊട്ട് കാരണവന്മാർക്ക് നല്ല ഭംഗിയും കോലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ്, മെയിൻലി എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ കോണ്ടന്റ് കേട്ടോ. ഞാൻ യൂഷ്വലി മുഖത്തൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. അതായത് ഫൗണ്ടേഷൻ, ഈ പറയുന്ന കോമ്പാക്ട് പൗഡർ, സൺസ്ക്രീൻ, ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. ഇതൊക്കെ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആകെ മുഖത്തിടുന്നത് മെയിൻലി ടാൽക്കം പൗഡറും പിന്നെ 2-3 ഐറ്റംസും പിന്നെ ലിപ്സ്റ്റിക്കുമാണ്. ഞാനൊരു ലിപ്സ്റ്റിക് ഫെറ്റിഷ് വേണമെങ്കിൽ പറയാം. ഞാൻ എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് മേടിക്കും. അത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രാന്തത്തിയാണ് ഞാൻ. സോ എൻ്റെ ആ പ്രാന്ത് നിങ്ങളെ കാണിക്കാൻ, എൻ്റെ ആ ലിപ്സ്റ്റിക്കിനോടുള്ള പ്രാന്ത് നിങ്ങളെ കാണിക്കാനും എൻ്റെ എൻ്റെ അടുത്തുള്ള വളരെ ചുരുങ്ങിയ കുറച്ച് കളക്ഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഹോപ്പ് യു വിൽ എൻജോയ് ദ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലിപ്സ്റ്റിക് കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അല്ലാതെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന, ആകെ ഉപയോഗിക്കുന്ന ചില പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാട്ടോ ഇത് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും എനിക്ക് പറ്റില്ല, ഒന്നും എൻ്റെ സ്കിന്നിന് പോകാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഇടും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻചാൻഡറിൻ്റെ പൗഡറാണ്. അത് പിന്നെ കാണിക്കണ്ടല്ലോ, പൗഡറല്ലേ, അതിടും. അതിന് ശേഷം ഇത് ലാക്മേയുടെ ഐക്കോണിക് കാജൽ. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ കാഷ്വലി പുറത്ത് പോകുമ്പോൾ ഞാൻ ഐലൈനർ മാത്രമേ ഇടാറുള്ളൂ. ഒന്ന് ലാക്മേയുടെ ഐക്കോണിക് കാജൽ, പിന്നെ അതുപോലെ തന്നെ ലാക്മേയുടെ തന്നെ ഐക്കോണിക് ഐലൈനർ. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് വളരെ വേർത്താണ് ആക്ച്വലി. 299 റുപ്പീസ് എങ്ങാണ്ടാണ് ഇതിൻ്റെ MRP. പക്ഷേ എനിക്കിത് മിക്കപ്പോഴും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ സെയിൽ നടക്കില്ലേ, അതിലൊക്കെ വളരെ റേറ്റ് കുറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. 190-ക്കൊക്കെ 160, 190 അതിലൊക്കെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, എല്ലാ പ്രൂഫുമാണ്. ഇത് കഴുകി കളയണമെങ്കിൽ മീൻസ് നമുക്ക് ഇതാവും, ഒട്ടിപ്പിടിച്ച് പറിച്ചെടുത്ത് പോകുന്ന വരെ പോവാം. എന്തെങ്കിലും മേക്കപ്പ് റിമൂവറോ വെളിച്ചെണ്ണയായിട്ട് തുടയ്ക്കാതെ ഇത് പോവില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് സെറ്റായിട്ടുള്ള എൻ്റെ ഐലൈനർ എപ്പോഴും ഞാൻ ഇതന്നെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഇതും ലാക്മേയുടെ ഒരു ഐലൈനറാണ്, ഷൈൻ ലൈൻ. ഇത് പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, ഇവൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ ഇടൂലേ, നമ്മൾ ഈ ബ്ലാക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരച്ചിട്ടിട്ട് ഒരു കൊണാൻഡർ കാണിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സാധനം മാത്രമാണത്. ഇതൊന്നും എപ്പോഴും ഉപയോഗിക്കില്ല കേട്ടോ. ഇത് ജസ്റ്റ് കളക്ഷനിലുള്ളതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കോമഡിയാണ്. ഇത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇനി 30 റുപ്യ എന്തേ ഉള്ളൂ. ഇത് ഞാൻ തീരെ രോമമില്ലാത്ത ജീവിയാണ് ഗൈസ്. എനിക്ക് കൺപീലി ഇല്ല, പിരികയില്ല, PCOD വന്ന് എൻ്റെ മുടിയെല്ലാം പോയതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പിരിക ഞാനിങ്ങനെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്. എനിക്ക് അത്രേ പറ്റുള്ളൂ. എന്നെ ലിതു കളിയാക്കും ഇടയ്ക്ക്. പണ്ട് മിന്നുമോൾ പിരിക എഴുതുന്ന മാതിരി അവളിങ്ങനെ വരച്ച് വെക്കുന്നുണ്ട് പറയും. ഇത് ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. 30 റുപ്പീസ് ഓൺലി. ഇത് തീരാനായിട്ടോ. ഇതെനിക്ക് വാങ്ങണം ഇനി. ഇത് ഞാനിവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റിന് മേടിക്കുന്നതാണ്, ഡാസ്ലറിൻ്റെ. പിന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ലാസ്റ്റ് എനിക്ക് സെറ്റായി വന്നൊരു ഐറ്റമാണ് ഇത്. ഇത് വന്നിട്ട് റെനയുടെ പവർ ലാഷ് മസ്കാര. ഞാൻ പറഞ്ഞല്ലോ, പീലി ഇല്ലാത്ത ജീവി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു കൺപീലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ ട്രൈ ചെയ്തു പലതും. അതൊന്നും എനിക്ക് സെറ്റായി വന്നില്ല. ചിലതൊക്കെ ഭയങ്കര കട്ടി, കാരണം അത്രയും പീലി ഇല്ലാത്തതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നു. ചിലതൊരുമാതിരി കുറേ പ്രശ്നങ്ങൾ. അവസാനം എനിക്ക് സ്യൂട്ടായ ഒരു ഐറ്റമാണിത്. റെനെ പവർ ലാഷസ് വോളിയമൈസിങ് ആൻഡ് കേളിംഗ് മസ്കാര. രോമമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഉപകാരം, കൺപീലി ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും. എനിക്ക് നന്നായിട്ട് ഇത് യൂസായി. സോ ദിസ് ഈസ് ദ ഓൺലി തിങ് അതർ ദാൻ ലിപ്സ്റ്റിക് ഐ യൂസ് ഇൻ മൈ ഫേസ്. ഇത് മാത്രം. ഇതാണ് എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ആകെ കൂടെയുള്ള പ്രൊഡക്ട്സ്. ഇത്രയാണ് ഗൈസ്. വേറൊന്നും ഞാൻ ഇടാറില്ല, വിത്ത് പൗഡറാണ്. ഇനി നമുക്ക് എൻ്റെ ലിപ്സ്റ്റിക് ലോകത്തേക്ക് പോകാം. ഇത് ഫുൾ എൻ്റെതാ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ മൂവിങ് ഓൺ ടു മൈ ലിപ്സ്റ്റിക് കളക്ഷൻസ്. എൻ്റെ കയ്യിൽ ഈ ലാക്മേയുടെ പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിനകത്ത് തന്നെ ഫോറെവർ മാറ്റ് കളക്ഷനിൽ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഗൈസ്. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15 ലിപ്സ്റ്റിക്ക് ഈ ഒരൊറ്റ സെറ്റിൽ തന്നെ എനിക്കുണ്ട്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ പ്രോഡക്ട്സിൽ ഈ ഐറ്റമാണ്. കാരണം ഇത് ഭയങ്കര ഈ പറഞ്ഞ മാതിരി വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാമാണ്, ലൈറ്റാണ്.
എവറി എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഇത് അഫോർഡബിൾ ആണ്, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇതിന് എങ്ങനെ നോക്കിയാലും ഒരു 350 റുപ്പീസിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരുന്നുണ്ട്. 350-400 റേഞ്ച്. പിന്നെ ഞാനിതൊക്കെ ഓഫറിൽ മേടിക്കുന്ന കേട്ടോ. എല്ലാം ഒന്ന് വാങ്ങി ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കളക്ഷൻ എല്ലാം വാങ്ങി. ഇതെല്ലാം ഞാൻ ഇടാറില്ല, കുറേയൊക്കെ എനിക്ക് ഉണ്ട കിട്ടിയിട്ടുണ്ട്, അതും പറയണം. സോ പറയുമ്പോൾ ഞാൻ എല്ലാം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കളറാണ്. ഇത് വന്നിട്ട് ബ്രൗൺ എസ്പ്രെസോ എന്നാണ്. ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് ഇട്ടടക്കൽ ടാസ്ക്കാണ്. ഞാൻ പുറത്ത് ബാംഗ്ലൂർ പാർട്ടി പബ്സ് ആൻഡ് ഗോയിലൊക്കെ പോകുമ്പോൾ ഷൈൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്, അറിയാലോ, എസ്പ്രെസോ ബ്രൗൺ. ഒരു ബ്രൗണിഷ്, ഒരു മറ്റേ സംഭവമില്ലേ വെനസ്റ്റിയിലൊക്കെ മരി അതുപോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഫെയർ സ്കിന്നുകാർക്ക് നല്ല സ്യൂട്ട് ചെയ്യും. നല്ല ഫെയർ, ഇപ്പോൾ തമന്നയുടെയൊക്കെ പോലത്തെ കളറുള്ളവർക്ക് ചിലപ്പോൾ ഇത് നല്ലോണം ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ അത്ര കളറൊന്നുമില്ല, അതുകൊണ്ട് എനിക്കത്ര ഓക്കെ അല്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ലാറ്റെ. ഇതെനിക്ക് സ്യൂട്ട് ആവുന്നില്ല. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ചേരില്ല ഗൈസ്. എൻ്റെ മുഖത്തിന് ന്യൂഡ് ഷെയ്ഡ് ചെയ്യില്ല. നല്ല നല്ല ചുവന്നിരിക്കണം എൻ്റെ ചുണ്ട് എനിക്ക് എപ്പോഴും. സോ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇതിട്ടുണ്ടെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട മാതിരിയേ തോന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങി ഒരു തവണ ഇട്ടു, ചേരാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. പക്ഷേ ഇത് വന്നിട്ട് മൈൽഡ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ, ഒരുവിധ സ്കിൻ ടോൺസിനൊക്കെ പോവും. ഓഫീസ് യൂസ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് നല്ലതാണ്. ന്യൂഡ് കളർ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. എനിക്ക് ചേരാത്തത് നോക്കണ്ട, ചേരുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റ്, ഓരോന്നിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല. എല്ലാം ഒരു 350, 200 to 350 ഉള്ളിൽ വരും, അത്ര തന്നെ. ആൻഡ് ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ന്യൂഡ് ട്വിസ്റ്റ്. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു ന്യൂഡാണ്, പക്കാ ന്യൂഡാണ്. ഇതും ഓഫീസ് യൂസ് കാര്യങ്ങൾക്കേ പറ്റത്തുള്ളൂ, എനിക്ക് ചേരുന്നില്ല. എന്നാലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇടും. മറ്റേ നേരത്തെ ഇപ്പോൾ കാണിച്ചതിൻ്റെ അത്ര ന്യൂഡല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത്. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് പർപ്പിൾ പ്രൗഡ്. ഇത് ഞാൻ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പേർപ്പിൾ ഗ്രേപ്പ് പോലെ ഇരിക്കും നമ്മുടെ ചുണ്ട്. ഇത് വന്നിട്ട് സെയിം റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ എപ്പോഴേക്കും ഇതിനകത്ത് MRP ഉള്ളത് 349 ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് കിട്ടും. ആമസോണിൽ നൈക്കയിലൊക്കെ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഡെയിലി യൂസിന് പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. ഓക്കെ. പിന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് ന്യൂഡ് ഡ്രീം. ഇതെനിക്ക് സ്യൂട്ട് ചെയ്യുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ് ആക്ച്വലി. ന്യൂഡ് ആണെങ്കിൽ പോലും ഇതിനൊരു വേറൊരു കൈൻഡ് ഓഫ് ഒരു ഭംഗി തരുന്നുണ്ട് ചുണ്ടിന്. സോ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഞാൻ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ, ഞങ്ങളുടെ കൺസൾട്ടൻസി റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ചുരിദാറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നല്ല ഡീസൻ്റായിട്ട് പോകില്ലേ, അപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ് ന്യൂഡ് ഡ്രീം. ഐ പ്രിഫർ ദിസ് ആക്ച്വലി. ഇതെല്ലാ സ്കിൻ ടോണുകാർക്കും പോവും. വളരെ നല്ല ഷെയ്ഡാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ഇത് മൗവി. ഇതിൻ്റെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. MAUVE ഫ്ലിങ്, മൗവി ഫ്ലിങ്. എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് കളർ, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഷെയ്ഡാണ് ഇത്. ഞാൻ ഇട്ടിട്ട് എനിക്ക്, അതായത് ഒരു വേറെ തന്നെ ഒരു ഷെയ്ഡാണ് ഇത്. എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന, ഇപ്പം ഞാൻ ചില ലിപ്സ്റ്റിക്ക് പുതിയത് വാങ്ങുമ്പോൾ എൻ്റെ സിസ്റ്റർ, അവളാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഇവൾ എന്നോട് ചോദിക്കും ഇതല്ലേ ഇന്നലെ ഇട്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇതല്ലടാ, ഇന്ന് ഇടുന്നത് വേറെയാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഷെയ്ഡ് ഡിഫറൻസ് മനസ്സിലാവില്ല. ലിപ്സ്റ്റിക്ക് ഇടുന്നവർക്കേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഇത് നല്ലോണം മനസ്സിലാവും. ഇത് വേറെ തന്നെ ഒരു കളറാണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഷെയ്ഡാണ്. ഓക്കെയാണ്, ഭയങ്കര പ്രിഫർ ചെയ്യുന്നൊന്നുമില്ല ഞാൻ. ഒരു ഓക്കെ ഷെയ്ഡ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ കളക്ഷനിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ദിസ് വൺ, ക്രിംസൺ റോസ്. ഇത് എൻ്റെ പുതിയതാണ് കേട്ടോ. കാരണം ബാക്കിയുള്ള റൈറ്റിങ്സിൻ്റെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നാം. കണ്ടില്ലേ, ഇതിനകത്തൊരു ഗോൾഡൻ റൈറ്റിംഗ് ഒക്കെ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ടുള്ളൂ. മറ്റേ ആദ്യത്തെ തീർന്നപ്പോൾ വാങ്ങിയ അടിപൊളി ഷെയ്ഡാണ് ഗൈസ്, അടിപൊളി ഷെയ്ഡാണ്. കാരണം റെഡും അല്ല, റോസും അല്ല, പിങ്കല്ല, നമ്മളൊരു തരം റോസാപ്പൂല് ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റോസ് ഗാർഡനിൽ പോയാൽ കാണുന്ന ഒരു റോസിൻ്റെ കളറുണ്ട്. എക്സാക്ട്ലി ആ ഷെയ്ഡാണ് ഇത്. ഫെയർ സ്കിന്നുകാർക്ക് മാത്രമല്ല എല്ലാ സ്കിൻ ടോണിനും പറ്റും. നല്ല ഭംഗിയാണ്. എനിക്ക് എന്നെ ഇതിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ക്രിംസൺ റോസ്. ഓക്കെ, എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് ന്യൂ ഡ്രീം നേരത്തെ കാണിച്ചത് തീർന്നതായിരുന്നു, അത് പുതിയതാട്ടോ, സോറി. അത് കഴിഞ്ഞപ്പോൾ മേടിച്ചതാ. പിന്നെ റെഡ് സാങ്ക്രിയ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതും കുറച്ച് ഡാർക്ക് റെഡാണ്, ബട്ട് ഇറ്റ്സ് നൈസ് ആക്ച്വലി. നന്നായിട്ട് ചേരും. നമുക്ക് കോമൺലി ഇടാം, നല്ല ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഇടാം, നല്ല ഗ്ലോ തരും. ഇതിടുമ്പോൾ മുഖത്തിന് പ്രത്യേക ഒരു കളറ് വരും. നമ്മൾ ഉള്ള ഫെയർനെസ് ഒന്നും കൂടെ ഫെയർ ആവുന്ന പോലെ തോന്നും. കുറച്ച് ഡാർക്കാണ്. ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ലൈക്ക് ആവും. പിന്നെ
ഇത് ഈ പറഞ്ഞ കൂട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ചാടിക്കയറി എല്ലാം അങ്ങ് മേടിക്കും. അതിൽ ചിലതൊന്നും എനിക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ എന്ത് ഈ കുറേയൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ബാക്കി ഈ പറഞ്ഞ മാതിരി ആർക്കും ചേരാത്ത കളറൊക്കെ ഞാൻ പോയി വാങ്ങും. അങ്ങനെ എടുത്തൊരു കളറാണ് ഇത്. റെഡ് റിവൈവൽ എന്നാണ്. ഇതൊരുമാതിരി ചുണ്ട് ബിർള വൈറ്റിൻ്റെ ബിർള വൈറ്റില്ല സോറി ഓപ്പസ് പെയിൻസിൻ്റെ പരസ്യത്തിൽ ചുണ്ട് മുക്കി വീണ പോലെയാണ്. നല്ല ഒരു ദുരന്തം പിടിച്ച കളറാണ് ഗൈസ്. ഒരു പെയിൻ്റ് അടിച്ച ചുണ്ട് പോലെ ഇരിക്കും. പക്ഷേ ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. റെഡ് റിവൈവൽ. പിന്നെ ഈ ഷെയ്ഡ് വന്നിട്ട് വൈൻ ഗ്ലോ. ദിസ് ഇസ് വൈൻ ഗ്ലോ. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് പോലെ ഇരിക്കും. നല്ല ഡാർക്കാണ്. കറക്റ്റ് വൈനിൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഡിക്റ്റോ. പക്ഷേ ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ വേറെ തന്നെ ലുക്ക് തരും. ഇതും നമ്മുടെ ഫേസിനെ കുറച്ചുകൂടെ ഗ്ലോ ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഐ പേഴ്സണലി ലൈക്ക് ദിസ് വൺ. ഇത് ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട്. അല്ല കാഷ്വലിൻ്റെ ഫോർമൽസിൻ്റെ ഒക്കെ കൂടെ ഇടാറുണ്ട്. നല്ല ഷെയ്ഡാണ്, മോശമൊന്നുമില്ല. ഇനി ഇത് ഞാൻ ഒറ്റ തവണ ഇട്ട് ഉണ്ട കിട്ടിയ ഷെയ്ഡാണ് ഗൈസ്. കോറൽ സെൻസ്. കാരണം ഇതൊരു കോറൽ ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. പക്ഷെ എനിക്കിത് ചേരുന്നില്ല. ഈ പറഞ്ഞ കൂട്ട് ചുണ്ട് പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നു. രസമില്ല, സങ്കടമായി. നല്ല വിലയുണ്ടായിരുന്നു ഇതിന്. 349 MRP തന്നെ ഉണ്ട്. ഏകദേശം എന്തോ 300 ഒക്കെ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ ഇതെനിക്ക് പോയില്ല, സങ്കടമുണ്ട്. ഇത് ഞാൻ പക്ഷെ ഒരു ഓർമ്മയ്ക്ക് ഇങ്ങനെ വെക്കും, എന്തിനെങ്കിലും കൂടെ ചേർന്നാലോ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇത് റെഡ് വൈൻ. ഇത് വൈൻ ഗ്ലോ പോലെയല്ല, ഇതൊരു റെഡ് വൈൻ കളറല്ല, ഇതൊരു ബ്ലഡ് റെഡും വൈനും മിക്സൊക്കെ ആക്കിയൊരു കളർ, ഒരു പരുവ. അത് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ബ്രൗൺ എസ്പ്രസോ, അതിൻ്റെ ഒരു പോലെ തന്നെ ഇരിക്കും. ഭയങ്കര ഡാർക്കാണ്, അതുകൊണ്ട് എപ്പോഴും നമുക്കിത് ഇടാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടും കേട്ടോ. പിന്നെ അടുത്ത പെയിൻറ്റ് കറക്റ്റ് പെയിൻറ്റ് തന്നെയാണ് എനിക്ക് കേട്ടോ. ഇത് ഓറഞ്ച് ടാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കറക്റ്റ് ഓറഞ്ച് പെയിൻറ്റ്. വാടക വീടിന് പെയിൻ്റ് അടിച്ച് വെച്ചവരുണ്ടായിരുന്നു എൻ്റെ ചുണ്ട്. വാങ്ങിയപ്പോൾ ഇതുപോലെ ഒറ്റ ഇടലിട്ടു, അവിടെ വെച്ചു, പിന്നെ ഉപയോഗിച്ചിട്ടില്ല. പൈസ പോയ ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഈ ഷെയ്ഡ് ആക്ച്വലി ഫെയർ സ്കിന്നുകാർക്ക് സ്യൂട്ട് ചെയ്യേണ്ടതാണ്. എനിക്കെന്തോ പറ്റിയില്ല, അങ്ങനത്തെയൊക്കെ ചില കുഴപ്പമുണ്ട് കേസ് എനിക്ക്. അപ്പോൾ ഇത് ഓറഞ്ച് ടാങ്കോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ ദിസ് കളക്ഷൻ ഇസ് പിങ്ക് ഗ്ലാം. ഇത് നല്ലൊരു പിങ്കാണ്, അതായത് ഒരു മുട്ടായി പിങ്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു പിങ്കാണ്. നല്ല ഭംഗി ഉണ്ടാവും ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും കേട്ടോ. ഫെയർ മാത്രമല്ല, അല്ലാത്തവർക്കും ഏത് സ്കിൻ ടോണിനും സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. എനിക്കിഷ്ടപ്പെട്ടു, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. സോ നമ്മുടെ ലാക്മേ ഫോറെവർ മാറ്റ് കളക്ഷനിലെ എല്ലാ ലിപ്സ്റ്റിക്കും ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ MRP ഒന്നും എനിക്കറിയത്തില്ല. എനിവേസ് എല്ലാം ഒരു 250 to 400 ഉള്ളിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഓഫറിൽ ഇത് കിട്ടുകയും ചെയ്യും. സോ ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നെക്സ്റ്റ് എൻ്റെ അടുത്തുള്ള ഒരു മെബ്ലിൻ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസാണ്. മെബ്ലിൻ വിനിൽ ഇങ്ക് ടൈപ്പ് എന്ന് പറയും. ഇതിലുള്ള എൻ്റെ ബെസ്റ്റ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ 2 ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് പണി കിട്ടി, ചേരുന്നില്ല. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഗൈസ്. ഇതിനൊരു 800 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ലിപ്പി എന്ന് പറയുന്ന ഷെയ്ഡാണ്. മെബ്ലിൻ വിനിൽ ഇങ്ക് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റേ വിനിൽ എന്തോ ആണ് വിനിൽ ഇങ്ക് മെബ്ലിൻ്റെ. ഈശ്വര, ഇതിൻ്റെ ഒരു ഭംഗി. ഇത് ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലോസി ടൈപ്പാണ്, പക്ഷെ പക്ക ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, സ്പഞ്ച് പ്രൂഫാണ്. നമുക്കില്ലേ ഇതിട്ടിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് മേക്കപ്പ് റിമൂവറോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്ത് തുടയ്ക്കാതെ ഇത് പോവില്ല. അത്ര സൂപ്പർ സ്റ്റേയാണ്. പക്ഷേ അതൊരുമാതിരി പെയിൻ്റ് അടിച്ച പോലെ ഒന്നുമല്ല നിൽക്കുക. ചുണ്ടിങ്ങനെ നിൽക്കും. നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇച്ചിടാ എന്തിരിച്ചുണ്ട് അങ്ങനെ തോന്നുന്നൊരു സംഭവമാണ്. ഇത് പറ്റുകയാണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നൈസ് വൺ ആക്ച്വലി മെബ്ലിൻ്റെ ലിപ്പി. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നാൽ മനസ്സിലാവില്ല. ഇതിപ്പോൾ ഞാൻ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോക്കണമെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ ഇത് ചുണ്ടിൽ തന്നെ ഇടണം, അപ്പോഴേ ഇതൊരു ലിക്വിഡ് ടൈപ്പാണ്. ലിക്വിഡായിട്ട് ഇടുക. എല്ലാം ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, ലിക്വിഡായിട്ട് ഇടുക. അത് മാറ്റാണ്, ഇത് ഗ്ലോസിയാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഒരു 800-850 അങ്ങനെ എന്തോ വരും ഇതിൻ്റെ റേറ്റ്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അതിൽ തന്നെയുള്ള നെക്സ്റ്റ് ഷെയ്ഡ് കോയ്. ഇതെനിക്ക് സ്യൂട്ട് ചെയ്യുന്നില്ല. ഇതും ഇതുപോലെ നല്ലൊരു ഷെയ്ഡ്. അതായത് ഇവർ ഈ ആഡിനകത്ത് ഇടുമ്പോൾ കാണുമ്പോൾ ഈ ഷെയ്ഡല്ല, വേറെ നമ്മൾ ഷെയ്ഡ് ചൂസ് ചെയ്യില്ലേ, അങ്ങനെ നൈക്കയിൽ കണ്ടപ്പോൾ ഈ ഷെയ്ഡ് ആയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അതിനകത്തൊരു ചേച്ചി ഒരു കൊച്ച് ഇത് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇതെനിക്ക് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ആണല്ലോ, ചേരുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ ഇതെനിക്ക് ചേരുന്നില്ല. നല്ല റേറ്റ് ഉണ്ട് ഗൈസ്.
അത്ര നല്ല ഒട്ടും ചേരുന്നില്ല. ഇത് വാങ്ങി ഒരിടലിട്ടു, ഇതിനകത്ത് കൺമഷം എന്തോ ആയിട്ടുണ്ട്, ഒരിടലിട്ടു അങ്ങനെ വെച്ചിട്ടുണ്ട്. കോയിട്ടോ ഷെയ്ഡ് ചേരുന്നവരുണ്ടാവേ, അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഇറസിസ്റ്റിബിൾ. ഇത് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ഇത് അത്ര എല്ലാം ഗ്ലോസിയാണ്, പക്ഷെ ഇത് അത്ര ഡാർക്ക് അല്ല. ഈ ഒരു മീൻസ് ഇതിൻ്റെ ട്യൂബിൻ്റെ പോലത്തെ ഷെയ്ഡല്ല ഇത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഷെയ്ഡ് ആക്ച്വലി. കണ്ടോ, ഒരു 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 ന്യൂഡ് ഫിനിഷ് പോലെ തോന്നും, പക്ഷെ ഇതിങ്ങനെ ചുണ്ട് തിളങ്ങി നിൽക്കുന്ന കാരണം നമുക്ക് ഇടുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നും. അത്ര മോശമല്ല, വല്ലപ്പോഴും ഇടാം എന്ന് വെച്ചിട്ട് മസ്റ്റ് റെക്കമെൻഡ് ഒന്നും അല്ല. ഓക്കെ അത്ര തന്നെ. പിന്നെ ഇത് ലിപ്പ് തന്നെയാണ് കേട്ടോ. ഇത് തീർന്നപ്പോൾ വാങ്ങി, സോറി. പിന്നെ ഇതിൽ 4 ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ ടോട്ടലി ദിസ് ഈസ് റിയലി ഗുഡ് ആക്ച്വലി. വിക്കറ്റ്, മെബ്ലിൻ്റെ വിക്കറ്റ്. ഇത് നല്ല റെഡാണ്, ബ്രൈറ്റ് റെഡാണ്. റെഡ് ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഇപ്പോൾ റെഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ബിക്കോസ് ദിസ് ഈസ് വെരി ഗുഡ് ആക്ച്വലി. നല്ല ഭംഗി തരും നമ്മളെ ചുണ്ടിന്, നമ്മളെ ഫേസിന്. പിന്നെ അത് പോവത്തേ ഇല്ല, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമ്മളിങ്ങനെ എപ്പോഴും തിളങ്ങി നിൽക്കും ഇത് റിമൂവ് ചെയ്യുന്നവരെ. സോ നമ്മുടെ മെബ്ലിൻ വിനിൽ ഇങ്ക് സൂപ്പർ സ്റ്റേ കളക്ഷനിലെ എൻ്റെ ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണിത്. എല്ലാം ഈ പറഞ്ഞ പോലെ 800-900 ഉള്ളിൽ വരും റേറ്റ്. ഇത് വന്നിട്ട് ലാക്മേയുടെ എൻ്റെ അടുത്തുള്ള 9 to 5 കളക്ഷൻസിൽ 2 ലിപ്സ്റ്റിക്കാണ്. അതിനകത്ത് എനിക്ക് 2 എണ്ണേ ഉള്ളൂ. ഇത് 2 ഞാൻ പുതിയത് വാങ്ങിയ കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ബർഗണ്ടി പാഷൻ എന്ന് പറയും. ഇത് നല്ലൊരു ഷെയ്ഡാണ്. എൻ്റെ മേ കിട്ടുന്നില്ല, നല്ലൊരു ഷെയ്ഡാണ്. കണ്ടോ, ഇത് കാണുന്ന പോലെ അത്ര ഡാർക്കല്ല, ഇട്ട് കഴിയുമ്പോൾ നല്ലോണം നിൽക്കുന്നുണ്ട് ചുണ്ടിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് ട്രാൻസ്ഫർ പ്രൂഫും സ്മച്ച് പ്രൂഫും ഒന്നും അല്ല, ഐ മീൻ അല്ല, അതന്നെ, അതായത് തേഞ്ഞ് വാങ്ങി പോവും, ഫുഡിൻ്റെ കൂടെയൊക്കെ പോവും, പക്ഷെ അങ്ങനെ പോകത്തില്ല. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ ഇത് പിങ്ക് പ്ലം പിക്ക് അങ്ങനെയാണ് കേട്ടോ ഈ ഷെയ്ഡ്. ഇതും നല്ല ഷെയ്ഡാണ്. അയ്യോ നല്ല ടൈറ്റാണ്, പുതിയതായതുകൊണ്ടാണ് തോന്നുന്നു നല്ല ടൈറ്റാണ്. കണ്ടോ, നല്ലൊരു പിങ്ക്, നല്ലയാ, നല്ല രസമായിട്ടിട്ട് കഴിഞ്ഞാൽ. ഇതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്. ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരും. ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേക ഒരു ഭംഗി തോന്നും. 9 to 5 എനിക്കിത് 2 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ്, അയ്യോ എനിക്കിതിൻ്റെ റേറ്റ് ഓർമ്മയില്ല കേട്ടോ. ഇത് ഏകദേശം എല്ലാം ഞാൻ അഫോർഡബിളായി വാങ്ങുള്ളൂ, അതായത് വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു 500 ഉള്ളിൽ ഇത് വരുന്നുള്ളൂ 2. പിന്നെ ഇത് വന്നിട്ട് ഞാൻ നൈക്കയിലൊരു പ്രൊഡക്റ്റ് വാങ്ങി, എന്തോ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് നൈക്കയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് മെബ്ലിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ വിനിൽ മാറ്റ് ഇങ്കോ അങ്ങനെ എന്തോ ആണ്. അയ്യോ തിരുവി, ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, അതെന്ത് രസമാക്കി, ചെറുത് നല്ല പിങ്ക് ആയതില്ലേ. ഞാൻ മറ്റേ ഒരു റീലുണ്ട് ഇൻസ്റ്റയിലിട്ട്, നീലവാൽ തുമ്പിയായി എന്ന് പറഞ്ഞൊരു ചുരിദാർ ഇട്ടിട്ടുള്ള റീലുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അന്ന് പീൻ്റെ ഇനോഗ്രേഷന് ആ ടൈമായത് എനിക്ക് കിട്ടിയത്, അന്നിട്ട ലിപ്സ്റ്റിക്കാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷെയ്ഡ്. ഇത് തീർന്ന ഉടനെ ഞാൻ അതിൻ്റെ വലുത് വാങ്ങും. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ, 800 അങ്ങനെ എന്തോ ഉണ്ട്, ഈ കറക്റ്റ് അറിയില്ല റേറ്റ്. എന്തായാലും വാങ്ങും, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളക്ഷൻസും എനിക്ക് നോക്കണം, ഭയങ്കര വിലയുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോവാത്തത് ആക്ച്വലി. ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ആകെയുള്ള 2 മാക്ക്. ഇത് ഞാൻ വാങ്ങിയതല്ല, ഞാൻ എത്ര കാശ് മുടക്കില്ല. ഇതെനിക്ക് സജിമോൾ പ്രജയുടെ പാർട്ട്ണർ മസ്കറ്റിലും ഖത്തറിലും പോയ സമയത്ത് വാങ്ങി തന്നു. ഒന്ന് ഖത്തറിലും ഒന്ന് മസ്കറ്റിലും പോയ സമയത്ത് വാങ്ങി തന്നെയാണ്. അറിയാലോ മാക്കിനൊക്കെ നല്ല വിലയാണ്. ഒന്ന് റഷ്യൻ റെഡ്, നമുക്കതൊന്നും താങ്ങത്തില്ല മീൻസ് എന്തിനാ ഇത്ര കാശ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ മണം തിന്നാൻ തോന്നും. അതാണ് മാക്കിൻ്റെ പ്രത്യേകത. നല്ല റെഡാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇത് സജിമോൾ ഫസ്റ്റ് പോയപ്പോൾ വാങ്ങി തന്നെ, ഇത് ഈ ലാസ്റ്റ് ടൈം പോയപ്പോൾ വാങ്ങി തന്നെ. ഇതും ഇതെന്തൊരു മണം. ഇതിൻ്റെ കളർ വന്നിട്ട് ട്വിക്ക് ട്വിസ്റ്റ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് ആക്ച്വലി. ഇതെനിക്ക് അത്ര ചേരുന്നില്ല, പക്ഷേ ഞാൻ മാക്ക് ആയതുകൊണ്ട് ഇതാർക്കും കൊടുക്കില്ല. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക, കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇതിടാറുണ്ട്. സജിമോൾ പിന്നെ വാങ്ങിത്തരുമ്പോൾ വളരെ എക്സ്പെൻസീവ് ഗിഫ്റ്റേ വാങ്ങിത്തരുള്ളൂ. ഈ റിങ് എനിക്ക്, ഐ മീൻ ഈ വിരലിൽ അങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല. ഈ റിങ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡയമണ്ട് റിങ് ആണ്. പിന്നെ ഇങ്ങനത്തെ വലിയ കുറേ ഡ്രസ്സ് ഉണ്ട്, കുറേ കോസ്റ്റ്ലി ഗിഫ്റ്റ് എനിക്ക് തരാറുണ്ട് കേട്ടോ. റിച്ച് ലേഡിയാണ്, റിച്ച് ഗിഫ്റ്റ് തരാറുള്ളൂ. സോ ദിസ് ഈസ് ദ ഓൺലി മാക്ക് ഐ ഹാവ്, അതും ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ഇത് നൈക്കയിൽ നിന്ന് എനിക്ക് ഉണ്ട കിട്ടിയിട്ടുള്ള 3 ലിപ്സ്റ്റിക്കാണ് ഗൈസ്. മഹാറാണി, മൈഥിലി ആൻഡ് ഗുവ ഹോട്ടി എന്ന് പറയും. ഉണ്ട കിട്ടിയിട്ടുള്ള മീൻസ് ഇത് നല്ല ഷെയ്ഡാണ്, ഷെയ്ഡിന് ഞാൻ മോശം പറയില്ല. പക്ഷേ ഇത് ചുണ്ടിലിട്ട് കഴിഞ്ഞ ഒരുമാതിരി പെയിൻറ്റും അല്ല, ഇങ്ങനെ ചുണ്ടിന് നല്ലതല്ല ഇത് ഒട്ടും.
കാരണം എൻ്റെ ചുണ്ട് മൊത്തം ഡാമേജ് ചെയ്തിട്ടിട്ട് ഇത് പൊളിഞ്ഞ് വരാൻ തുടങ്ങി. പക്ഷെ നല്ല ഷെയ്ഡാണ് കേട്ടോ, അത് പറയണം. മാറ്റ് ഫിനിഷ് ആണ്, പെട്ടെന്ന് ഡ്രൈ ആവും, സൂപ്പർ സ്റ്റേ ആണ്, ഒക്കെയാണ്. പക്ഷെ ചുണ്ടിൽ ഇതിങ്ങനെ ഇളകി വരിക, കഷ്ണം പറിച്ചെടുക്കാൻ പറ്റും നമുക്ക്, അങ്ങനെ വരിക. അപ്പോൾ ഭയങ്കര ബോറ്. എന്നിട്ട് അൺഈവൺ ആയിട്ട് ഭയങ്കര, ഒന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും അവിടുത്തെ ഇവിടുന്നൊക്കെ പൊളിഞ്ഞു വരും. എന്നിട്ട് ഭയങ്കര അൺഈവൺ ആയി കിടക്കും. അതുകൊണ്ട് ഇതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 300 സംതിങ് എന്തൊക്കെയോ ആയിരുന്നു. ഒന്ന് ഇട്ടിട്ട് നൈസായിട്ട് തോന്നിയപ്പോൾ ഞാൻ അടുത്തത് ഒപ്പം തന്നെ ഓർഡർ ചെയ്തു പോയി. പിന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എനിക്ക് മനസ്സിലായത്. സോ ഐ നെവർ റെക്കമെൻഡ് ദിസ്. ഇത് ചുണ്ടിന് നല്ലതല്ല, അതുകൊണ്ടാണ്. ബാക്കി എല്ലാം കൊണ്ട് ഇത് ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ, മോശം പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് മാത്രം, ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് ഐബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ, ഇതും നൈക്കയിൽ നിന്ന് വാങ്ങിയാണ്. നല്ല 2 ലിപ്സ്റ്റിക്കാണ്. ഇത് ഒട്ടും ഇതല്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, വാട്ടർ പ്രൂഫ് അല്ല, സ്മഡ്ജ് പ്രൂഫ് അല്ല, അങ്ങനെയൊന്നും അല്ല. തേഞ്ഞു വാങ്ങി പോവും, പെട്ടെന്ന് തന്നെ പോവും. പക്ഷേ ഇത് ഭയങ്കര മോയ്സ്ചേർഡ് ആയിട്ട് നിൽക്കും ലിപ്സ്. നമുക്ക് ഇട്ടുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഒരു 10 ഫുഡ് കഴിച്ച് അപ്പം പോവും, അത് വേറെ കാര്യം. ഇത് അതിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ മാഞ്ഞു പോയിട്ട്, ഇത് കൈൻഡ് ഓഫ് റെഡും, ഇത് ഒരു ബെറി ബ്ലാസ്റ്റ്. ഇത് നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ പിങ്ക് നെക്ടർ ഉണ്ടായിരുന്നു, അത് എൻ്റെ അനിയത്തി അടിച്ച് മാറ്റി. ഇത് ബെറി ബ്ലാസ്റ്റ്, ഇത് നല്ല ഷെയ്ഡാണ്. ഇത് എൻ്റെ 2ാമത്തെയാണ്. ഇതൊക്കെ നമുക്കില്ല, ഇപ്പം പെട്ടെന്ന് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വരെ നടന്നു പോയി എന്തൊരു സാധനം മേടിക്കണം എന്നൊക്കെ അപ്പം ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പാണ്. മറ്റേതൊക്കെ നമ്മളിങ്ങനെ വരച്ചൊക്കെ ഇരിക്കേണ്ടത്, ഇത് വേഗം ഇട്ടിട്ട് വേഗം ഓടിപ്പോവാം. നല്ല ഭംഗിയാട്ടോ ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഈ 2 ഷെയ്ഡേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പിങ്ക് നെക്ടറും, വേറെ ഒന്നും എനിക്കറിയില്ല, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് ഈ അടുത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് നിമു റെക്കമെൻഡ് ചെയ്താണ്, മെബ്ലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അവൾ വാങ്ങി ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡാണിത്. ഇതാണത്. ഇത് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇത് അവൾ ആക്ച്വലി വാങ്ങി ട്രൈ ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞാൽ ഇത് മേടിച്ചോ. ഇതെനിക്ക് വെറും 160 റുപ്പീസിന് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയത്, ഓഫറിൽ. ഇപ്പോൾ ഓഫർ നടക്കുന്ന സമയത്ത് ഇതിന് 200 സംതിങ്ങേ ഉള്ളൂ റേറ്റ്. നല്ല ഷെയ്ഡാണ്. ഇതൊരു കണ്ടോ, ഈ ഒരു ഫിനിഷിങ് ലൈറ്റ് വെയ്റ്റ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്പഞ്ച് പ്രൂഫാണ്, മാറ്റാണ്, ഒന്നുമില്ല. പക്ഷേ നല്ലൊരു ഷെയ്ഡാണ്, എല്ലാവർക്കും സ്യൂട്ട് ചെയ്യും. ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് മൈ ബെസ്റ്റ് ഇൻ മൈ കളക്ഷൻ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ ചിരിക്കരുത്. ഇത് ഭാരത് ആൻഡ് ഡോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു 2 കൊല്ലം മുന്നേ എനിക്ക് പ്രജേട്ടൻ ലുലു മോളിൽ നിന്ന് വരുമ്പോൾ, കൊച്ചി ലുലുന്ന് വരുമ്പോൾ വാങ്ങി തന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. പിന്നെ എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഇത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ M08, ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല. റെട്രോ മാറ്റി ഗ്ലോ. എൻ്റെ അമ്മ, ഇത് കിട്ടലൻ ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ജാങ്കോ സ്പേസിന് കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അതിനകത്ത് ആങ്കർ കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണല്ലോ, എവിടുന്നാന്നുള്ളത്. ഇത് പിന്നെ എനിക്ക് എവിടെയും കിട്ടില്ല. ഞാൻ ഓഫ്ലൈനിലൊക്കെ തിരഞ്ഞതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഇത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല, കണ്ട ഞാൻ ഇത് തുടച്ച് പഠിച്ച് ഇതിൻ്റെ പരുവം കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇച്ചിരി കൂടെ ഉണ്ട്. പക്ഷേ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഇടാറില്ല ആക്ച്വലി. ദാരിദ്ര്യം പിടിച്ച എൻ്റെ ലിപ്സ്റ്റിക് ഓർമ്മയാണിത്. നെക്സ്റ്റ് വൺ ഇസ് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്. ഇതിൻ്റെ കളർ ഏതാണെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ ഓഫറിലുണ്ടായിരുന്നു. 149 റുപ്പീസിന് ഒരു കുട്ടി സെയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ. ലിപ്സ്റ്റിക് ഭ്രാന്തത്തെയാണല്ലോ ഞാൻ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ഗ്രേപ്പും അല്ല, പിങ്കും അല്ലാത്ത എന്തോ ഒരു ഷെയ്ഡ്. കൊള്ളാം, നൈസ് വൺ ആക്ച്വലി. ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഡെയിലി യൂസിന് പറ്റിയായിട്ടാണ്, മാറ്റാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. കൊള്ളാം. എന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. 24 hours ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഒരു 6-7 മണിക്ക് ഫുഡൊന്നും കഴിക്കാതെ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഫുൾ ടൈം ഇരിക്കും. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല കേട്ടോ. 149 ഇറ്റ്സ് വർത്ത് ആക്ച്വലി. ഡാസ്ലറാണേ. പിന്നെ ഇത് സ്റ്റേസ് ബ്യൂട്ടിയുടെ, ഇത് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. സ്റ്റേസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് 2 സെറ്റ് ഉണ്ട് കണ്ടോ. ആദ്യം നമുക്ക് ഇതിടാം, എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഗ്ലോസിയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഗ്ലോസി കിട്ടുന്നില്ല, കണ്ട ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ചുവന്നിരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാ ഈശ്വരാ, എനിക്ക് ഷെയ്ഡ് ഓർമ്മയില്ല കേട്ടോ. ഐ എം ഫേസ്റ്റിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ചേരുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. നല്ലോണം ഇത് അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ് കേട്ടോ. മോശമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ബട്ട് യു ക്യാൻ സെർച്ച് ഇറ്റ് ഓൺ ഇൻസ്റ്റഗ്രാമിൽ. ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഇതിൻ്റെ ആഡ് എപ്പോഴും കാണും. കുറേ കാണിച്ച് വഴി തെറ്റിച്ച് അവരെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച, പക്ഷെ നഷ്ടം വന്നില്ല.
പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വഴിതെറ്റി വാങ്ങി നഷ്ടം വന്നൊരു പ്രൊഡക്റ്റാണിത്. സ്റ്റാർ സ്ട്രക്ക് ബൈ സണ്ണി ലിയോൺ. സണ്ണി ചേച്ചിനെ കണ്ടപ്പോൾ, സണ്ണി ചേച്ചിൻ്റെ സുണ്ട് കണ്ടപ്പോൾ അതുപോലത്തെ സുണ്ടായിരിക്കും എൻ്റെതെന്ന് കരുതി ഞാൻ വാങ്ങി. അതായത് ഇങ്ങനെ ഇങ്ങനെ തിളങ്ങുന്നത് ഗിൽറ്റ് കൂടി ഉണ്ട്, കണ്ടാ? ഞാൻ വേണമെങ്കിൽ കയ്യിലിട്ട് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ, ഒരു ഷിമ്മറി ടൈപ്പാണ്. പക്ഷേ ഇത് ചുണ്ടിലിടുമ്പോൾ ഒന്നായിട്ട് അയ്യോ ഒരു കഥ, കണ്ടില്ലേ? ഇത് വാങ്ങി അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ ആലോചിച്ച് നോക്ക്. സണ്ണി ചേച്ചിക്ക് മാത്രമേ ഇത് ചേരുന്നുള്ളൂ, എൻ്റെ സുണ്ടിനും ചേരുന്നില്ല ഗൈസ്. സങ്കടമായി. പക്ഷേ സണ്ണി ചേച്ചിയുടെ ഓർമ്മയ്ക്ക് ബെറി ഗ്ലിമ്മർ ഞാനിത് എടുത്തു വെച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് മാമാത്തിൻ്റെ ഒരു ഷെയ്ഡ്. അയ്യോ ഇതെന്ത് ഇങ്ങനെ, ഇത് ഞാൻ കുറേ നാളെ ഇട്ടിട്ടാ, അതിൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നു. മാമാത്തിൻ്റെ ഒരു മെറൂൺ ടൈപ്പ്, ഒരു നോർമൽ മെറൂണും അല്ല, ഒരു മെറൂൺ ഷെയ്ഡ് പക്ക. ഇത് വാങ്ങിയത്, എൻ്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല. ഞാൻ തന്നെ മേടിച്ചതാണ്, ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ ഗുഡ് വൺ. ക്രാൻബെറി ക്രഷ്, അതാണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. മാമാത്തിൻ്റെ ക്രാൻബെറി ക്രഷ് മോശമല്ലാത്തൊരു ഐറ്റം, മസ്റ്റ് റെക്കമെൻഡഡ് ഒന്നുമല്ല. ഓക്കെ വൺ. പിന്നെ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ലൊബെല്ലോ. ഇതൊരു തരം, ഇതിൻ്റെ മണം, ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ഇത് ശരിക്കും കറക്റ്റ് നമ്മുടെ പഴയ സ്ട്രോബെറി മിഠായി ഇല്ലേ, പണ്ട് നമ്മൾ 50 പൈസയ്ക്ക് 25 പൈസയ്ക്ക് വാങ്ങുന്ന ആ മിഠായിൻ്റെ മണം ഇതിന്. നല്ല സുഖമാണ് ഇത് തിന്നാനൊക്കെ, ഇടാനൊക്കെ നല്ല രസമാണ് ഇത്. പക്ഷേ ഷെയ്ഡൊന്നുമില്ല. ഒരു എന്താ പറയുക, നൈറ്റൊക്കെ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വെറുതെ ഇട്ട് വെക്കത്തില്ലേ, അങ്ങനത്തെ ഒരു, ഇത് എല്ലാവർക്കും അറിയാം. ഇത് ലിപ്സ്റ്റിക്കുകൾ ഇതിലേക്ക് പറ്റില്ല, ഇത് ലിപ് ബാം പോലത്തെ റൈറ്റാണ്, അത്രയേ ഉള്ളൂ. നല്ല മണം, ഇടയ്ക്കെടുത്ത് മണക്കാൻ നല്ല രസമാണ്. പിന്നെ ഇത് സൂഡിയോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രസൻ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. എപ്പോഴേക്കോ 1-2 തവണ ഇട്ട് കണ്ടോ, ഇതൊക്കെ ഒടിഞ്ഞൊക്കെ ഇരിക്കുന്നത്. പിന്നെ വലിയ ബ്രാൻഡൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഒരു തവണ ഇട്ട് 2ാമത്തെ തവണ ഇത് ഒടിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. കുഴപ്പമില്ല, 100 സംതിങ് എന്തോ ആണ് ഇതിനുള്ളതും, മോശമല്ല. എന്താണെന്നറിയില്ല, ഒരു ഓക്കെ പ്രൊഡക്റ്റ്, ആ പ്രൈസിനൊരു ഓക്കെ പ്രൊഡക്റ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി എൻ്റെ കളക്ഷനിലെ പോയി, സോറി ഗൈസ്, എൻ്റെ കളക്ഷനിലെ ലാസ്റ്റ് 3 ലിപ്സ്റ്റിക്കാണിത്. ഇത് വന്നിട്ട് മെബ്ലിൻ്റെ തന്നെ ക്രീം മാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിലെ 3 ലിപ്സ്റ്റിക്കാണ്. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഡിവൈൻ വൈൻ. ഇത് ഇത് 2 ഡിവൈൻ വൈൻ ഉണ്ട് കേട്ടോ, ഒന്ന് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിയതാണ്. നല്ല ഷെയ്ഡാണ് ഗൈസ്, ഐ ട്രൂലി റെക്കമെൻഡ് ദിസ് വൺ. കാരണം എന്താ പറയുക, നല്ല ഭംഗിയുണ്ടാവും ഇട്ട, എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും. അഫോർഡബിളും ആണ്, 300 സംതിങ് എന്തേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇത് നൈക്കയിൽ ഡെലിവറി വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഡിവൈൻ വൈൻ, അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. പക്ഷേ ഇതൊരുമാതിരി തണ്ണിമത്തൻ, ഇത് പൂത്തിരിക്കുന്നുണ്ടാ നോക്കൂ. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇത് കറക്റ്റ് തണ്ണിമത്തൻ അരച്ച് ഇലക്കി ചൂണ്ടി തേച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ സാധനം. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാനിത് ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കളിയാക്കി, അതോടെ അല്ലെങ്കിൽ തന്നെ എൻ്റെ മൂഡ് പോയി നിൽക്കുക. അവൻ കളിയാക്കിയപ്പോൾ ഉള്ള മൂടും കൂടെ പോയി. അതുകൊണ്ട് അന്ന് ഞാൻ അതുപോലെ എടുത്തു വെച്ചത്. അത് എങ്ങനെയോ ഇനി കൂടുതൽ പെട്ടുപോയി. ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്നറിയോ, റിച്ച് റൂബിയാണ്. പക്ഷേ എനിക്കിത് സ്യൂട്ട് ചെയ്തില്ല, കണ്ടോ, ഇത് നാശമായിപ്പോയി. ഇതിന് കളയണം. ഇതിപ്പോൾ കാണിച്ചു തന്നാലേ ആ പെട്ടിക്കകത്ത് തന്നെ ഇരുന്നേനെ. ഇതൊന്ന് ഞാൻ വേസ്റ്റ് ബക്കറ്റിലേക്ക് പോകാൻ പോകും. നല്ലൊരു ലിപ്സ്റ്റിക്കിലെ ഇതിന് വിലയുണ്ടായിരുന്നു കേട്ടോ, 300 സംതിങ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ തൊട്ടി സ്വഭാവത്തിന് ഞാൻ അഹങ്കാരം കൊണ്ട് വെറുതെ കാശ് ചിലവാക്കി കുറേ വാങ്ങിക്കൂട്ടും. അങ്ങനെ എനിക്ക് പറ്റിയ 4-5 അബദ്ധങ്ങൾ ഇതിലുണ്ട്. അതിലത്തെ ഒരു അബദ്ധമാണിത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഞാനിത് കൂടാതെ കുറച്ച് എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലിപ്പിലും ആമസോണിലൊക്കെ. ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നില്ലേ, സെയിൽ നടക്കുന്നുണ്ടല്ലോ, ഓണം, ഫ്രീഡം ഫെസ്റ്റ്, അങ്ങനെയൊക്കെ നടന്നപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടിന് കിട്ടുമെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓർഡർ. എൻ്റെ അനിയത്തി എപ്പോഴും എന്നോട് ചോദിക്കും, നീ എന്ത് കണ്ടിട്ടാ ആച്ചി ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? കാരണം അവളെ കണ്ടില്ല എല്ലാം ഒരേ ഷെയ്ഡാണ്, പക്ഷെ നമുക്കല്ലേ അറിയൂ ഷെയ്ഡിൻ്റെ ഡിഫറൻസ്. ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലാവും. അവൾ ഇടുമൊന്നുമില്ല, അവൾക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമല്ല, അവളൊരു തരം ടോംബോയ് ടൈപ്പാണ്, അങ്ങനെ ഒന്നും ഇടാറില്ല. എന്തൊക്കെയോ ഇട്ട് നടക്കുന്നതാണ്. ഞാൻ നിർബന്ധിച്ചിട്ടാണ്, എന്നെ നോക്കി പഠിപ്പിക്കേണ്ട, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇതിത്തെ പിങ്ക് നെക്ടർ തന്നെ ഞാൻ പറയണേ. വല്ലപ്പോഴും അവൾ കോളേജിൽ പോകുമ്പോഴൊക്കെ ഞാൻ പറയും, വല്ലപ്പോഴും ഒരു ചിരി ചുണ്ടറ്റി ചോപ്പിച്ച് പൊക്കുമെന്ന് പറയുമ്പോൾ എന്നെ കാണിക്കാടും, എന്നിട്ട് അവൾ തുടച്ച് കളയും. അതാണ് എൻ്റെ അനിയത്തി. സോ അതുകൊണ്ട് അവൾ പിന്നെ എന്നെ എൻ്റെ അടുത്ത് പറയും, ആച്ചി ഭാവനേനെ പോലെയാ. ഭാവന ആച്ചി നാട്ട എന്നെ വിളിക്കുക. ഭാവനേനെ പോലെയാണ്. ഭാവന ഇങ്ങനെ, ആക്ട്രസ് ഭാവന ഇല്ലേ, പുള്ളിക്കാരത്തി ഇങ്ങനെയാണ് അത്ര. എവിടെ പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂലൊക്കെ, എവിടെ പോകുമ്പോഴും ലിപ്സ്റ്റിക്ക് നോക്കുന്നു. അതുപോലെ ഞാനും ഒരു ലിപ്സ്റ്റിക് പ്രാന്തത്തിയാണ്. പക്ഷേ ഈ പറഞ്ഞൊരു വലിയ വെയിറ്റ് കൊടുത്ത് വാങ്ങുമൊന്നുമില്ല കേട്ടോ. എനിക്ക് കൊക്കിലൊതുങ്ങുന്നത് ഉള്ള പോലെ നല്ല മോശമില്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങും, മെയിൻലി ലാക്മേ, ദാറ്റ്സ് ഇറ്റ്.
പിന്നെ എൻ്റെ അടുത്ത് കളക്ഷൻ എന്ന് പറയാൻ ലിപ്സ്റ്റിക്കേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ വാച്ച് ഉണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആവശ്യത്തിന്, എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും വാങ്ങാറില്ല. മറ്റുള്ളവർക്ക് വാങ്ങി കൊടുക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. എനിക്ക് വേണ്ടി ഞാൻ വാങ്ങുമ്പോൾ ഞാൻ കൂടുതലായിട്ട് വാങ്ങുക ലിപ്സ്റ്റിക്കും വാച്ചും പിന്നെ നെയിൽ പോളിഷ് വാങ്ങും. നെയിൽ പോളിഷ് ആക്ച്വലി എൻ്റെ നഖം ഭയങ്കര കുഞ്ഞു നഖമാണ് ഗൈസ്, അതുകൊണ്ട് എപ്പോഴും പൊട്ടിപ്പോകും. കണ്ട ഇത് പൊട്ടിപ്പോയി, ഇതും പൊട്ടിപ്പോയി, പക്ഷേ ഇത് 3 ഇരിപ്പുണ്ട് ഇതുപോലെ. അതുകൊണ്ട് തന്നെ നഖമുള്ള സമയത്ത് ഞാൻ കുറച്ച് നെയിൽ പോളിഷ് വാങ്ങും. എന്നിട്ട് നഖം പൊട്ടുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക. അങ്ങനെ കുറച്ച് നെയിൽ പോളിഷ് കളക്ഷൻസും ഉണ്ട്, അതേ ഉള്ളൂ കാര്യമായിട്ട് പറയാൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാച്ച് കളക്ഷൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാ ചോയ്സസ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കേണ്ടതെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോസ് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും, ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഇതെൻ്റെ മാത്രം ചാനലല്ലല്ലോ, ഞങ്ങൾ എല്ലാവരുടെയും ചാനലല്ലേ. സോ അത്രയേ ഉള്ളൂ. ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, ലവ് യു.